നിങ്ങളുടെ ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തോടൊന്നെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പറയണം, അതല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന വാർത്തകൾ മാത്രം പറയാൻ പറയണം. ഞാനൊരു വിഷയത്തിനകത്ത് നടപടി എടുത്തിട്ട് നിങ്ങളുടെ ന്യൂസ് എഡിറ്റർ തീരുമാനിക്കുകയാണ് ഇത് ഈ വിഷയത്തിലെ നടപടി എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കൈരളിയുടെ ന്യൂസ് എഡിറ്ററോട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പറയണം, അതല്ല ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെ കൈരളി അംഗീകരിക്കാനും പറയണം. അതല്ലാതെ സംഘടനാപരമായി ഞാൻ എടുക്കുന്ന നടപടികൾ ഞാനത് നിയമപോരാട്ടത്തിന് പോവുകയാണ്, കൈരളിക്കെതിരായിട്ട് നിയമപോരാട്ടത്തിന് പോവുകയാണ്. എന്തൊരു വലിയ തോന്നിവാസമാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. ശ്രീ എം സ്വരാജ് പണ്ട് ഇത്തരം വാർത്തകളെ പറ്റി പറഞ്ഞൊരു വാക്ക് പറയാൻ എന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. അദ്ദേഹം മുൻപ് ഇത്തരം വാർത്തകളെ പറ്റി പറഞ്ഞത് പിതൃശൂന്യ വാർത്തകളെന്നാണ്. അങ്ങനെ പറയാൻ എന്റെ സംസ്കാരം എന്നെ അനുവദിക്കാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ തന്നെ നേതാവ് ഇത്തരം വിഷയങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട് എന്ന് കൈരളി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞങ്ങളുടെ ഈ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ പുറത്തുള്ള ഒരാൾക്ക് കാണിക്കാൻ പാടില്ലാത്തതാണ്. കൈരളിയുടെ റിപ്പോർട്ടർ ഉണ്ടോ? കൈരളി റിപ്പോർട്ടർ പോയോ? മൈക്ക് ചെയ്തിട്ട് പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞതല്ല, കൈരളിയുടെ ഒരാളെ ബോധ്യപ്പെടുത്തണമല്ലോ. ഇപ്പൊ മീഡിയ വണ്ണിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർ അംഗീകരിക്കില്ലല്ലോ. മീഡിയ വണ്ണിനെ ബോധ്യപ്പെടുത്തിയാൽ അവർ അംഗീകരിക്കില്ല, അതാണ് പ്രശ്നം. ഞാനിപ്പം ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പാണ്, അതങ്ങനെ കാണിക്കാൻ പാടില്ലാത്തതാണ്. ഒന്ന് വരൂ, അങ്ങൊന്ന് വരൂ. ഇപ്പം ഇദ്ദേഹം പറയുന്നത് കൈരളി തൽക്കാലം ഉൾക്കൊള്ളണം. സാജിദ് വരുന്നു, ഒന്ന് വരൂ. ഇത്